നമസ്കാരം. ഡയറക്ടർ റജി നായർ പോസിറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കോടൊക്കെയുള്ള സിനിമകളിൽ വയലൻസിൻ്റെ അതിപ്രസരം കാരണം ചാനലുകളിൽ പ്രദർശനാനുമതി നിഷേധിച്ചുകൊണ്ട് സെൻസർ ബോർഡ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. എന്നാൽ ഇതേ സെൻസർ ബോർഡ് തന്നെയാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ പ്രദർശനാനുമതി നൽകിയെന്ന വിരോധാഭാസം കൂടിയുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സീരിയലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു. ആ കത്ത് എവിടെ പോയെന്നറിയില്ല. പിന്നീട് വല്ല മറുപടിയും വന്നോ എന്നുള്ളതും ആരും ഇതുവരെ കേട്ടറിവില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലാവധി തീരാനായിരിക്കുന്നു. ഏതായാലും ഈ ഒരു വിഷയം പൊതുസമൂഹം ഇപ്പോൾ ഈ വയലൻസ് സിനിമയിൽ കൂടുന്നു, ലഹരി, യുവാക്കളുടെ വഴിതെറ്റിയ പോക്ക് എന്നെല്ലാം ചർച്ച ഉയർന്നു വന്ന സാഹചര്യത്തിൽ സീരിയലുകൾക്കും സെൻസർ ഏർപ്പെടുത്തണം. കാരണം ഒരു പരസ്യചിത്രം 1 മിനിറ്റ് പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ പോലും സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുള്ളൂ. എന്നാൽ അപകടകരമായ കുടുംബങ്ങളിൽ ആരുടെയും താല്പര്യമില്ലാതെ വന്നു വീഴുന്ന, ഒരു സെൻസർഷിപ്പും ഇല്ലാതെ വന്നു വീഴുന്ന സ്വീകരണ മുറിയിലെ ഈ കുടുംബ കലഹം കണ്ടാണ് കൊച്ചുകുട്ടികൾ വളരുന്നത്. മുൻപൊക്കെ സീരിയലുകൾ ദൂരദർശനിൽ ഉണ്ടായിരുന്ന കാലത്ത് നല്ല നല്ല എഴുത്തുകാരുടെ സാഹിത്യ സൃഷ്ടികളെടുത്ത് നല്ല രീതിയിലുള്ള കഥകൾ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് ദേശീയ ചാനലിൽ തന്നെ ദൂരദർശൻ്റെ യൂട്യൂബിൽ അടിച്ചാൽ കാണാം മാൽഗുഡി ഡേയ്സ് പോലെയുള്ള, മലയാളത്തിലാണെങ്കിൽ പെരുവഴിയിലെ കരിയിലകൾ പോലുള്ള ശ്യാമപ്രസാദൊക്കെ ഡയറക്റ്റ് ചെയ്ത നല്ല നല്ല കൊച്ചു സിനിമകളുണ്ടായിരുന്നു. അത്തരം രീതിയിലേക്ക് സീരിയലുകൾ മാറ്റം വന്നാൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യും. അല്ലാതെ വെറും കച്ചവട താല്പര്യത്തിൽ കുടുംബ കലഹങ്ങളുണ്ടാകുമ്പോൾ 15 വർഷമായിട്ട് കുടുംബ കോടതികളിൽ വിവാഹമോചന കണക്കെടുത്ത് മാത്രം പരിശോധിച്ചാൽ മതി. അതിൻ്റെ കാരണം ഈ സീരിയലുകളുടെ ഈ മൂല്യച്യുതിയാണ്. അതുകൊണ്ട് ഈ ഒരു ചർച്ച ഉയർന്നു വന്ന സാഹചര്യത്തിൽ TV സീരിയലുകൾക്കും സെൻസർ ഏർപ്പെടുത്തണം.